സുനിൽ, ആ, ഈ ഷൂ എറിയുന്ന സമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കടലാസ് ഉണ്ടായിരുന്നുവെന്നും ആ കടലാസ് അടക്കം പിന്നീട് രജിസ്ട്രാർ തന്നെ പോലീസിനോട് പറയുന്നുണ്ട്, അത് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സനാതനധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ ഒരിക്കലും സഹിക്കില്ല എന്ന മുദ്രാവാക്യം മുഴക്കിയെന്നും ബാർ ആൻഡ് ബെഞ്ചിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെയുള്ള അഭിഭാഷകർ അങ്ങനെ കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സനാതനിയായ ഒരു അഭിഭാഷകൻ ഒരു ബുദ്ധിസ്റ്റായൊരു ജസ്റ്റിസിന് നേരെ എറിഞ്ഞ ചെരുപ്പ് എന്ന അർത്ഥത്തിൽ കൂടി അതിനെ കാണാം. എറിയാൻ ശ്രമിച്ചതേ ഉള്ളൂ, എറിഞ്ഞിട്ടില്ല. ആ സമയത്ത് തന്നെ സുരക്ഷാ ഭടന്മാർ അവിടെ എത്തി വളരെ പെട്ടെന്ന് തന്നെ അടക്കി നിർത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ആർ ഗവായി അയാൾക്കെതിരെ ഒരു നിയമ നടപടിയും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറിയെ അപമാനിക്കാൻ നടത്തിയ നീക്കമായി കണക്കാക്കാൻ കഴിയുമോ പി എസ് സുനിൽ? തീർച്ചയായും ഇതൊരു ഏറ്റവും അപകടകരമായ ഒരു സംഭവമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2003 ജസ്റ്റിസ് അർജിത് പസായത്തിൻ്റെ ബെഞ്ചിൽ ഇതുപോലെ ഒരു മുംബൈയിൽ നിന്നുള്ളൊരു കേസ് പരിഗണിക്കുമ്പോൾ ഒരു സ്ത്രീ കോടതി മുറിയിൽ ചെരിപ്പൂരി അർജിത് പസായത്തിന് നേരെ എറിഞ്ഞിട്ടുണ്ട്. 2013 ജസ്റ്റിസ് എച്ച് എൽ ദത്തുവിൻ്റെ ബെഞ്ചിൽ ഇതുപോലെ കടലാസ് കീറിയെറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വളരെ ശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ആ നടപടിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു സുപ്രീം കോടതി എന്നത് പരമോന്നത കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായിക്കെതിരെ ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം, ജനാധിപത്യ രാജ്യമായ മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്നത് തീർച്ചയായും ദൗർഭാഗ്യകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരൊക്കെ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം എന്നെ അമ്പരപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നത് തീർച്ചയായും ഞെട്ടിക്കുന്നതാണ്. പ്രധാനമന്ത്രി എന്തൊക്കെ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല, ഈ വിഷയത്തെ അപലപിച്ചിട്ടില്ല. 2, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹത്തിൻ്റെ പോലീസാണ് സുപ്രീം കോടതിക്ക് കാവൽ നിൽക്കുന്നത്, സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് കാവൽ നൽകുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി മുറിക്ക് കാവൽ നിൽക്കുന്നത്. ആ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും ഒരു വാക്കുപോലും പ്രതികരിച്ചിട്ടില്ല. ഇനി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, അദ്ദേഹമാണല്ലോ കോടതി നടപടികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മന്ത്രാലയം, അദ്ദേഹവും ഒരു വരി പോലും പ്രതികരിച്ചിട്ടില്ല. മുൻ കേന്ദ്ര നിയമമന്ത്രിയായ രവിശങ്കർ പ്രസാദ്, അദ്ദേഹവും ഒരു വരി പോലും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു അതിക്രമത്തോട് മൗനം പാലിക്കുകയാണ്. എന്തൊരു അപകടമാണ്. ഇന്ന് ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന 71 വയസ്സുകാരൻ ഈ സനാതനധർമ്മം ഉയർത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തേക്കാൾ എത്രയോ വലിയ അതിക്രമമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമമന്ത്രിയും ഒക്കെ ഈ മൗനത്തിലൂടെ ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തെ പരമോന്നത കോടതിയാണ്. പ്രോട്ടോകോൾ വെച്ച് നോക്കിയാൽ ഇന്ത്യൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി കഴിഞ്ഞാൽ 7ാം സ്ഥാനത്തുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അദ്ദേഹത്തിന് നേരെയാണ് ഇതുപോലൊരു ആക്രമണ ശ്രമം ഉണ്ടായിട്ടുള്ളത്. അതും സനാതനധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഉള്ളൊരു നീക്കം. നോക്കൂ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ എന്ത് ചെയ്താലും ഒരു പുല്ലും സംഭവിക്കില്ല എന്ന ഒരു തോന്നലിലേക്ക് ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നേരത്തെ BHPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ശേഖർ കുമാർ യാദവ് പറഞ്ഞത്? ഇന്ത്യ ഭൂരിപക്ഷം ഉള്ളവർ ഭരിക്കുമെന്ന്, അതായത് ഹിന്ദുക്കൾ ഭരിക്കുമെന്ന്. ഇന്ത്യ ഭരിക്കാൻ അവകാശമുള്ളവർ ഇന്ത്യയിലെ ഹിന്ദുക്കളാണെന്നാണ് ഒരു കോടതിയിലെ ജഡ്ജി, ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി വന്ന് ഒരു പൊതുസമൂഹത്തോട് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് ഭരിക്കാൻ ഒരു അവകാശവുമില്ല, അതാണ് ഒരു ജഡ്ജി പറയുന്നത്. ആ ജഡ്ജിയാണ് പിന്നീട് അലഹബാദ് ഹൈക്കോടതിയിലിരുന്ന് കേസുകൾ പരിഗണിക്കുന്നത്, നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. ആ ജഡ്ജിക്കെതിരെ ചെറുവിരലനക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തി 2 തവണ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ സുപ്രീം കോടതിയിലേക്ക് വിളിച്ചു വരുത്തി. കൊളീജിയം അദ്ദേഹത്തെ ശാസിച്ചു. തൊട്ടു പിന്നാലെ എത്തി രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് കത്തെത്തി സുപ്രീം കോടതിക്ക് ഇങ്ങനെ അന്വേഷണം നടത്താൻ അധികാരമില്ല എന്ന്. അതോടുകൂടി സുപ്രീം കോടതി അന്വേഷണം നിർത്തി. ശേഖർ കുമാർ യാദവിനെതിരെ ഒരു നടപടിയുമില്ല. അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി തുടർന്നു. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകി.
എന്തെങ്കിലും ഒരു അനക്കമുണ്ടായി ഇംപീച്ച്മെൻറ്റ് നോട്ടീസിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് എന്ത് പ്രകോപനവും ഈ നാട്ടിൽ നടത്താം എന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകുകയാണ്. ഇന്ന് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കോടതിയിൽ 1-ാം നമ്പർ കോടതിയിൽ ഇതുപോലെ ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്ത്യയെ തന്നെ അപമാനിക്കുന്ന, ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തെ തന്നെ, ജുഡീഷ്യറിയെ തന്നെ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ ഈ ഭരണ സംവിധാനവും BJPയും ഒക്കെ തന്നെ സ്വീകരിക്കുന്നു എന്നത് തീർച്ചയായും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ കോടതികളൊക്കെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും കോടതികൾ പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുന്ന ചില സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോടതി വിധികളൊക്കെ തന്നെ അങ്ങനെ മാറുന്ന സാഹചര്യമൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു നിയമത്തിൻ്റെ പാതയിലൂടെയാണ് അത് സഞ്ചരിക്കുക. റിട്ടയർ ചെയ്ത ശേഷം ജഡ്ജിമാരൊക്കെ തന്നെ പല സർക്കാർ പദവികളിലേക്ക് മാറുന്ന സാഹചര്യവുമൊക്കെ തന്നെ ഉണ്ട്. എങ്കിൽ പോലും ഈ കോടതികൾക്കുള്ളിൽ ഇത്തരമുള്ള അതിക്രമങ്ങൾ പലപ്പോഴും ശക്തമായി അപലപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ രാജ്യം ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ അതിനെതിരെ എന്തെങ്കിലും ഒരു മറുപടിയോ എന്തെങ്കിലും ഒരു പ്രതികരണമോ നടത്തിയിട്ടില്ല എന്ന് തീർച്ചയായും അപകടകരമായൊരു സാഹചര്യം തന്നെയാണ്. ലോകത്ത് പല രീതിയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പല രീതിയിൽ ഇത്തരത്തിലുള്ള ചെറുപ്പേറുകളും ഷൂസറുകളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ജോർജ് W. ബുഷിനെതിരെ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഷൂസ് എറിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മൻമോഹൻ സിംഗിനെതിരെ 2009 അഹമ്മദാബാദിൽ മൻമോഹൻ സിംഗിൻ്റെ റാലിക്ക് നേരെ ഷൂസർ ഉണ്ടായിട്ടുണ്ട്. LK അദ്വാനിക്കെതിരെ ഷൂസർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. പക്ഷേ കോടതികളിൽ ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമാണ്. പക്ഷേ അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇങ്ങനെയൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരു സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തുമ്പോൾ അതിനെ മൗനം പാലിക്കുകയും അതിന് മൗനാനുവാദം നൽകുകയും ചെയ്യുന്നു എന്നത് തീർച്ചയായും അപകടകരമായ സാഹചര്യം തന്നെയാണ്. ഇത് ജുഡീഷ്യറിക്ക് നേരെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ്. അതുകൊണ്ട് രാകേഷ് കിഷോർ ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ആക്രമണവും അവഹേളനവുമാണ് ഇതിനോട് മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമമന്ത്രിയും മോദി അപലപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. ചീഫ് ജസ്റ്റിസിനെതിരായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അപലപിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുമായിട്ട് മോദി സംസാരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ നോബൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ആക്രമണം എല്ലാ ഇന്ത്യക്കാരെയും പ്രകോപിപ്പിച്ചു, സമൂഹത്തിൽ ഇത്തരം നിന്ദ്യമായ പ്രവൃത്തികൾക്ക് സ്ഥാനമില്ല എന്നും ചീഫ് ജസ്റ്റിസ് പ്രകടിപ്പിച്ച ശാന്തതയെ മോദി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഫിയാസുനിൽ ഇപ്പോഴാണ്. ഏതായാലും തീർച്ചയായും അത് നല്ല കാര്യം തന്നെയാണ്. അല്പം വൈകിയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നു എന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ സംഭവം നടന്നത് രാവിലെ 10:30 മണിക്കാണെന്ന് ഓർക്കണം. ഇപ്പോൾ സമയം 8:45 അടുക്കുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാൻ തോന്നിയത്. ഏതായാലും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനും ഒക്കെ തന്നെ നേരത്തെ പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വൈകിയെങ്കിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. ഏതായാലും ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇത് ആവർത്തിക്കാൻ കാരണം എന്നത് യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ശേഖർ കുമാർ യാദവിൻ്റെ സാഹചര്യം, അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് പണക്കൂമ്പാരം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ ജഡ്ജിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കുടപിടിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഇതൊക്കെ ആവർത്തിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് മുഖം നോക്കാതെയുള്ള ശക്തമായ നടപടികൾക്ക് ഇവിടെ സംവിധാനം വേണം. അതല്ല എങ്കിൽ ഇതൊക്കെ ആവർത്തിക്കുക തന്നെ ചെയ്യും. Meet the editors.